Kochi Part 2. Come on. അങ്ങനെ ബിരിയാണി തപ്പിയുള്ള പോക്കാണ് കഴിച്ചത്. അപ്പോൾ ഒരുപാട് കമൻസിൽ വന്നൊരു പേരാണ് ഈ കാണുന്ന B4 ബിരിയാണീസ്. കൊച്ചിക്കരിയായിട്ട് ഞാൻ ഇതുവരെ ഇവിടുന്ന് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ട്രൈ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അതേ ഒടുക്കത്തെ തിരക്കും തിക്കും വയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും നോക്കിയിരുന്നില്ല. സാധനം അങ്ങോട്ട് പാർസൽ മേടിച്ചു. അപ്പോൾ ഇവിടെ പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചോ, കാരണം കാറൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണം. പാർസൽ മേടിച്ച് നേരെ പോയത് ദീദിയുടെ വീട്ടിലാണ്. ആ പാത്രം അങ്ങോട്ട് തുറന്നു, ബിരിയാണി അങ്ങോട്ട് ഇട്ടു. എൻ്റെ പൊന്നെ, അപ്പോൾ ഒന്നൊരു സ്മെല്ലുണ്ട്, നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ സ്പെഷ്യൽ കച്ചമ്പറും അച്ചാറുമാണ്. സാധാരണ പുളിങ്കറി കൊച്ചിയിൽ വേണ്ടതാണ്, പക്ഷെ അവർ തന്നില്ല. പോട്ടെ, ഞാൻ സഹിച്ച്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ കച്ചമ്പറും നല്ല ബീഫും അതുപോലെ കച്ചമ്പറും അച്ചാറൊക്കെ കൂട്ടി പിടിച്ച ഒരു പിടി ഞാനങ്ങ് പിടിച്ചു. ഇതൊരു പിടി ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല, നൂരിയിലെ ബിരിയാണിയാണോ ബെറ്റർ അതോ ഇവിടത്തെയാണോ ബെറ്റർ എന്നോ. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്നും ബിരിയാണി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തേക്കണം ഏതാണ് ബെറ്റർ എന്ന്. അപ്പോൾ സ്മെല്ലടിച്ചിട്ട് നമ്മുടെ ഇഷാൻ മോനും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇവിടുന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ട്രൈ ചെയ്തോ. നമുക്ക് അടുത്ത ബിരിയാണി സ്പോട്ടിൽ കാണാം.